സോറി മാം. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോൾ 5 years ആയി. Why there is such a long gap? അത് ഞാൻ എക്സ്ക്യൂസ് മീ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കോൾ ആണെങ്കിൽ എടുത്തോളൂ. ഇല്ല കുഴപ്പമില്ല മാം. അത് ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓ ഓക്കെ. To be honest, I'm impressed. But right now, നമുക്കിവിടെ ഓപ്പണിങ്സ് ഒന്നുമില്ല. Hope you understand. Yeah. Okay, we'll see. താങ്ക് യു മാം. അമ്മ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ കൂടെ കിടന്ന് വിളി. എടാ, ഇത് നിന്റെ തള്ളയല്ലേ സംസാരിക്കുന്നത്? ചാച്ചാ ആ ലോൺ അന്നടച്ചു തീർക്കാനാ നിന്റെ ഉദ്ദേശം? ഇത് ലാസ്റ്റാ. എനിക്ക് ഇനി ഒരുത്തന്റെ കാലൊന്നും താങ്ങാൻ. ചാച്ചാൻ ശ്രമിക്കാറിട്ടല്ലോ. അവരെ വിളിച്ചോളാം. നീ എന്തോ കാണിക്ക്. ഞാനിനി ഒരുത്തനെ താങ്ങത്തില്ല. അതുകൂടി പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. പിന്നെ എന്റെ നമ്പർ നീ ഫോൺ എടുക്കത്തില്ലല്ലേ? നീ എന്താ ഇന്നിങ്ങോട്ട് വരാഞ്ഞേ? ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓ, ഇന്റർവ്യൂ. എത്ര നാളായടാ ഇത്? പട്ടി ചന്തയ്ക്ക് പോകുന്ന കണക്ക്. അല്ല നടക്കൂ. നിനക്കും നിന്റെ അപ്പന്റെ വഴി തന്നെയാ നല്ലത്. അതാവുമ്പോ ഒരു കയറിലങ്ങ് തീർക്കാലോ. എന്തായാലും ആ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്ക്. ബാക്കിയുള്ളവനാ തലവേദന. എന്തുവാടാ കോപ്പ്? ഞാൻ ഒരു കാര്യം ചെയ്യോണ്ട്, ആരെങ്കിലും വരുമ്പോൾ ഇങ്ങോട്ട് ഇരുന്നാൽ പോരി. അടിച്ച് പല്ലടിച്ച് ഞാൻ വായിക്കറ്റും. എന്നാ ഇച്ചിരി ആള് തന്നെക്കുള്ള സ്ഥലത്ത് പോയി ഇരിക്കുക. വെറുതെ തന്നെ ഈ പട്ടിക്കാട്ടി വന്നിരിക്കുന്നത്. ഇവിടെ ആവുമ്പോൾ വരുന്നവൻ്റെ മാത്രം അടി ഉണ്ടാകും. ആളും അനക്കുള്ള സ്ഥലത്ത് പോയി നാട്ടുകാരെ മൊത്തം അടിയും കിട്ടും. അതിൽ നല്ല ഇവിടെ ഇരിക്കുന്നല്ലേ ഫോക്കസ്. അതിന് ആരെങ്കിലും വരണ്ടേ? സപ്പോസ് ഇനി വരുന്നവൻ കുറെ പേരിട്ടോ വരുന്നെങ്കിലോ? നിന്നോട് ഞാൻ പറഞ്ഞു എത്രവാ? ഓനേടാ വീഡിയോ ഒക്കെ നല്ലോണം എടുക്കണേ. ഞാനോ? അല്ല നിന്റെ അച്ഛൻ. അച്ഛല്ല, അച്ഛൻ മണിക്ക് ഞാൻ പ്ലീസ് നീ ക്യാമറ ഇട്ടാടുന്ന എന്തിനാ? സ്റ്റഡിയായിട്ട് പിടി. പിന്നെ നീ പൂച്ചയും പട്ടിയൊക്കെ എന്തിനാണ് എടുക്കുന്നത്? അത് ദിവസത്തിന് കുറച്ച് എന്റർടൈൻമെന്റും കുറച്ച് കാറ്റ്ഷോട്ടൊക്കെ ഇട്ട് ഡാറ്റർ ബ്ലംസ്, യു നോ, ഐ നോ. പൂച്ചയും പട്ടിയൊക്കെ എന്തിനാണ് പ്രാങ്ക് ഷോയ്ക്ക്? വേണ്ടേ? വേണ്ട വേണ്ട വേണ്ട. എന്തുവാടാ? ക്യാമറ ഓണാക്കാം. ക്യാമറ ഓണാക്കണം. ഓക്കെ ഓക്കെ. അയ്യാടാ പേഴ്സ് എടുക്കുമോ? എടുക്കത്തില്ല. എടുക്കുമോ? എടുക്കത്തില്ല. ചെടിയായിട്ട് പിടിക്കടാ ക്യാമറ. സ്റ്റഡേ. അണ്ണാ ഞാൻ സേഫാണ്. ക്യാമറ മോനേടാ എടാ മെഴുവി, എവിടെ നീ? ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നടാ, ഇവിടെ പിക്ചർ ക്ലബിൽ. നീ നാട്ടിൽ പോയില്ലേ? ഇല്ലടാ, ഈ ഇൻ്റർവ്യൂവിന് വന്ന് കയറാൻ പോകുന്നോ അതാ? എന്ത് പറ്റി? എടാ നീ ഫ്രീ ആണോ? ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റും? ഫ്രീ ആണ്, പക്ഷെ എനിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം. പോലീസ് സ്റ്റേഷനോ? അതെന്ത് പറ്റി?
അതൊന്നുമില്ലടാ, വഴി കിടന്നൊരു പേഴ്സ് കളഞ്ഞിട്ടി, അതൊന്ന് കൊടുക്കാൻ പോണം. കാര്യം തന്നെ വിളിച്ചെന്ത്? കാര്യം എടാ ശ്രുതി എന്നെ വിളിച്ചായിരുന്നു. നീ എന്താ കളിയാക്കുവാണോ? അതല്ല മയിരെ, പറ. വിളിക്കാൻ മെസ്സേജ് അയച്ചോളും ചെയ്തോ? വിളിച്ചതൊന്നുമില്ല, മെസ്സേജ് അയച്ചോന്ന് അറിയത്തില്ല, ഞാൻ വാട്സാപ്പൊന്നും നോക്കിയിട്ടില്ല. സംഭവം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സൺഡേ അവളുടെ എൻഗേജ്മെൻ്റ് ആണെന്ന്. ഹലോ എടാ പറ. എടാ കാര്യം ചെയ്യ്, നമ്മൾ ക്യാമറ അങ്ങോട്ട് ഞാൻ അവിടെ നിൽക്കാം. ആ ഹലോ, എക്സ്ക്യൂസ് മീ. ആക്ച്വലി അതെൻ്റെ പേഴ്സാണ്. ആക്ച്വലി അതിലെൻ്റെ ID കാർഡ് ഉണ്ട്. അല്ല, ഹലോ ശ്രുതി, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി വല്ലതുകൊണ്ട് നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തെ? എനിക്കിപ്പം നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ജസ്റ്റ് ഒന്ന് പോയി തരാവോ? അതെന്നാണ് നീ ടെൻഷൻ അടിക്കുന്നത്? ഇതിപ്പോൾ അവളായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞില്ല. അതെന്തെങ്കിലും പ്രശ്നം തന്നാൽ നമുക്ക് നോക്കാമെന്നേ. ഇനി എന്തായാലും അവളോട് നിർത്തണം. അതായത് ചേച്ചിയെ സമാധാനം. ഹലോ. ചേട്ടാ ഞാൻ തരാം, ഈ ആഴ്ച തന്നെ തരാം. ആ നിനക്കും നിൻ്റെ അപ്പൻ്റെ വഴി തന്നെയാണ് നല്ലത്. But right now നമുക്കിവിടെ ഓപ്പണിങ്സ് ഒന്നുമില്ല. അതാകുമ്പോൾ ഒരു കയറിലങ്ങ് തീർക്കാലോ. ജസ്റ്റ് ഒന്ന് പോയി തരാം. അടുത്ത സൺഡേ അവളുടെ എൻഗേജ്മെൻ്റ് ആണ്. എന്തായാലും ആ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കൂ. ബാക്കിയുള്ളവനാ തലവേദന. മോനേടാ, നിനക്ക് എടുക്കട്ടാ ഒരു ലോട്ട്. നല്ല നമ്പർ നിനക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കുന്നീ. ഡേടേ, നീ കേൾക്കുന്നില്ലടേ? നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നിന്റെ വല്ലായിരിക്കുന്നല്ലോ നീ. ഓ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ചോദിച്ചൊന്നും പറയത്തുമില്ല. എന്താ പറയാനാ? ഒരു ലോട്ടറി എടുക്കട്ടാ.
എങ്ങനെയാടാ നീ അങ്ങ് വൈറലായല്ലോ. അപ്പൊ എത്ര കിട്ടി? എന്തായാലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാരും ഒന്ന് കാലട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ പ്രാങ്ക് കോൾ. ഇപ്പോൾ നോക്കൂ ഗായ്സ്, നമ്മുടെ പേഴ്സന്റെ അടുത്തേക്ക് ഒരുത്തൻ തേച്ച ഷർട്ടും തേച്ച പാൻറ്റൊക്കെ ആയിട്ട് വരുന്നു ഗായ്സ്. നോക്കൂ ഗായ്സ്, അവ എടുക്കൂ അത്. അതെ അതെ, അവ എടുത്തു ഗായ്സ്, അവ എടുത്തിരിക്കുന്നു ഗായ്സ്, പേഴ്സ് എടുത്തിരിക്കുന്നു ഗായ്സ്. അവനിതാ പേഴ്സ് തുറന്നു നോക്കുന്നു ഗായ്സ്. എൻ്റെ 1269 രൂപ. എടാ തസ്കര, പേഴ്സ് പോയി ഗായ്സ്. ഇവനെ പോലുള്ളവരെയൊന്നും വിശ്വസിക്കരുത് ഗായ്സ്. എക്സിക്യൂട്ടീവ് ലുക്കിൽ വരെ ഒന്ന് കക്കുന്ന ടീംസ് ഉള്ളത്. നീറുന്നേ മനമോരോ നാളിൽ ആരുമറിയാ നിന്നൊരുവും ജന്മവും. നിനക്കും നിന്റെ അപ്പൻ്റെ വഴി തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ഒരു കയറിലങ്ങ് തീർക്കാലോ. എന്തായാലും ആ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കും. ബട്ട് റൈറ്റ് നൗ നമുക്കിവിടെ ഓപ്പണിങ്സ് ഒന്നുമില്ല. അടുത്ത സൺഡേ അവളുടെ എൻഗേജ്മെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് പോയി തരാം. ഏയ് എന്ത് ഇത്? ആരാ? ഫാൻ കിട്ടിയത് വേറെ വഴിയൊന്നും ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ. ആ എഴുന്നേറ്റ. ഞാൻ ഭയങ്കര പോസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങനെയാണോ വന്നേ? നിനക്കെന്താടാ പേടിയാവുന്നു? എന്തായാലും നീ മരിക്കാൻ തീരുമാനിച്ചു, പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നേ? കാലനാണോ? വേണ്ടായിരുന്നു. മരിക്കണമെന്ന് നീ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തോരം വിഷമമുണ്ടായിരിക്കണം. പിന്നെ ചുമ്മാ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു? പിന്നെയും വലിച്ച് യവൻ നന്നാവൂല. എടാ നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിന്റെ വിഷമങ്ങൾ നീ ആരോടെങ്കിലും പറഞ്ഞു കഴിയുമ്പം അവർ നിന്നെ കുറച്ചാണോ കളിയാക്കൂ എന്നൊക്കെ ഉള്ള നിന്റെ മൈൻഡിലുണ്ട് ഓരോരോ തോന്നലുകൾ. ഈ വിഷമങ്ങളും പ്രശ്നങ്ങളും അതെന്നും അനുഭവിക്കുന്നതിന് മാത്രമാവലത്. ഞാൻ ഒരിക്കലും നിന്നെ ജഡ്ജ് ചെയ്യില്ല. നിനക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ. അത് കഴിഞ്ഞ് നീ എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കുക. മരിക്കണോ വേണ്ടയോ അത് നിന്റെ ഇഷ്ടം. മെൽവി, നമ്മുടെ ലൈഫുണ്ടല്ലോ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. സങ്കടവും സന്തോഷവും കഷ്ടപ്പാടും എല്ലാം കയറി ഇറങ്ങും. പക്ഷെ എനിക്കിന്ന് സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷം ഉണ്ടായിട്ടില്ല. കോളേജ്, ഫ്രണ്ട്സ്,
ശ്രുതി. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു നിന്നെ പോലെ തന്നെ. പുള്ളിക്കാരനും ഇതുപോലെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ലെന്ന് പുള്ളി തന്നെ തീരുമാനിച്ചു. അന്ന് പുള്ളിയും നാട്ടുകാർ മൊത്തം പറഞ്ഞു ആൾക്ക് അപാര ധൈര്യമാണ്, രാമ ആത്മഹത്യയൊക്കെ ചെയ്തല്ലേ. നിനക്കിപ്പം മനസ്സിലാക്കാണല്ലോ ഞാൻ ആരെക്കുറിച്ച് പറയുന്നതെന്ന്. നീയും ഇപ്പം നിൻ്റെ അപ്പനെ പോലെ തന്നെ ചിന്തിക്കുന്നത്. ശരിക്കും മരിക്കുന്നതാണോ അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണോ ധൈര്യം? നീ എന്നാ നീറ്റേ ഒന്ന് എണീക്കട. നിങ്ങൾ ശരിക്കും ആരാ? മെൽവിൻ. ഈ മെൽവിൻ അല്ല, ഈ മെൽവിൻ ആഗ്രഹിച്ച വേറൊരു മെൽവിൻ. ആ വിട്, ഞാൻ നിന്റെ തോന്നലായിരിക്കും. അതിന് ഞാൻ നിന്നതുവരെ കണ്ടിട്ടുമില്ലല്ലോ. നമ്മളെപ്പോഴെങ്കിലും കണ്ടാണ്. ഹലോ. ഹലോ മെൽവിൻ, വി ആർ കോളിംഗ് ഫ്രം പിക്സൽ വെബ്. ഇന്നലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സ് ഇവിടെ മിസ്സായിട്ടുണ്ട്. അത് ഇന്ന് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ? മെൽവിൻ, ആർ യു ദേർ? ഞാൻ വരാം. ഓക്കെ. നമ്മൾ പറഞ്ഞ പേയ്മെന്റ് വരെ ഓക്കെ അല്ലേ? പിന്നെ വെബ്സൈറ്റും പറ്റിയല്ലേ? ഇതേലും കറക്റ്റ് സമയത്തൊന്നും കൊടുക്കണേ, ഒരുപാട് ലാഗ് അടിക്കല്ലേ? ആ ശരി ശരി, ഇതേലും ഒന്ന് കറക്റ്റ് സമയത്തിന് ചേരടേ. ഡേ ആ വേക്കൻസിയുടെ കാര്യം ഒരു മിനിറ്റ് വിളിക്കാ. മെൽവിനെടാ, എടാ നിനക്കെന്നെ മനസ്സിലായ? എടാ ഗോവിന്ദ്, എടാ ഞാനെടാ ഗോവിന്ദ്. എടാ തവളയടാ +2 പഠിച്ചേ. ആ നീ എന്താ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇല്ലടാ, ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്ന്. എത്ര വർഷങ്ങളെ കണ്ടിട്ട്? ഒരു ചാർജ് കിട്ടുമ്പോ? എടാ ഇല്ലടാ, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഓ പിന്നെ എന്തോന്ന് അത്യാവശ്യം? ഇല്ലടാ, ഇവിടെ നിന്നൊരു ഫയൽ വർക്ക് ചെയ്യാനുണ്ട്. ഓ ഫയലൊക്കെ എന്തോന്നു? നീ ഇപ്പോൾ നമുക്കൊരു ചായ അടിക്കാൻ പോയിട്ട് വരാം. ഫയലൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഞാൻ നിന്നെ കൊണ്ടൊക്കെ പോരേ, നീ വാടാ വാ. ചൂടാണ്. ചേട്ടാ 2 ചായ, പിന്നെ കഴിക്കാൻ? ഇല്ല, കഴിക്കാനൊന്നും വേണ്ട. വേണ്ട, എന്നാൽ 2 ചായ മതി. പിന്നെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ല മറ്റേ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. പിന്നെ നീ എന്താ ചെയ്യുന്നത്? ഞാനിപ്പം അല്ല വേണ്ട, നീ എന്നെ നോക്കിയിട്ട് പറ, ഞാൻ എന്തുമായിരിക്കും ചെയ്തത്.
ജോലിയല്ല, ബിസിനസ് എന്തെങ്കിലും ആണോ? ഷേ തന്നെ, ഞാൻ ഒരു ബ്രാൻഡിങ് ഏജൻസി തുടങ്ങിയത് കുറച്ച് ഹലോ പറടാ. ഓ നീ പോവല്ലേ? എന്നാ പോണേ എന്നാ? ആണോ? പൊളിക്ക് പൊളിക്ക്, നമ്മളൊന്നും മറക്കല്ലേ. ആ ശരി ശരി. എടാ പിന്നെ വിക്കിയെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ആ വേക്കൻസികൾക്കുള്ള പോസ്റ്ററും സെറ്റ് ചെയ്യണം. ആ വെബ് ഡിസൈനറിൻ്റെയും പിന്നെ ഒരു വീഡിയോ എഡിറ്ററിൻ്റെയും ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നൊന്ന് സെറ്റ് ചെയ്യാൻ പറയണേ. ആ ശരി ശരി. അതെ നമ്മളെന്താ പറഞ്ഞിട്ടിരുന്നത്? എടാ, ആ വെബ് ഡിസൈനർ വേക്കൻസി എനിക്ക് തരാമോ? ഞാൻ എൻ്റെ വർക്കൊക്കെ നിനക്ക് കാണിച്ചു തരാം. അതിന് നീ വെബ് ഡിസൈനറാണോ? ആ, നീ ഏത് കമ്പനി ഇൻ്റർവ്യൂവിന് വന്നേ? ഞാൻ അവിടെ പിക്സൽ വെബിൽ എൻ്റെ വർക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം വേക്കൻസി ഇല്ല, അതുകൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ എടാ, ഞാൻ നേരത്തെ ഒരു ആഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ അതിന് കൊടുക്കണ്ട, ആളെ കിട്ടി. കൺഗ്രാലേഷൻസ് മോനെ, യു ആർ അപ്പോയിൻറ്റഡ് അളിയാ. അളിയ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കല്ലേ നിമിത്തം നിമിത്തം എന്ന് പറയുന്നത്. എൻ്റെ മോ എന്തൊരു ചൂടാ. എന്നെ തിരി കേട്ടോ, ഒരു ചായ കേട്ടാ. ചായ ചായ. അവിടെ കാശ് നല്ലതാണ് ചായ പിടിക്കാൻ പോകുന്നത്. അവസാനം ലോട്ടറി എന്നിട്ട് പോവല്ലേ. ഇത്തവണ പൈസ തന്നെ ആയിരുന്നു, ലോട്ടറി ഒന്നുമല്ല. ചുമ്മാ ചായ കുടിച്ചിരിക്കുക, അതൊരു ലോട്ടറിയൊക്കെ അങ്ങോട്ട് എടുക്കണ്ട. നിൻ്റെതൊക്കെ എടുത്ത് അടിക്കുവാ. ഓ നിങ്ങൾ എടുക്കണ്ട, പോ. ഇതിലെ പയ്യല്ലേ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഡേ മോനെ, ഡേ മനസ്സിലാ? ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ, ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. നമ്മളെപ്പോഴെങ്കിലും കണ്ടാണ്. നിനക്കറിയാനാളോ? ആള് ഭയങ്കര ജോളിയാണല്ലോ.